ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു ഐഡിയ കൊണ്ടാണ് കേട്ടോ. അപ്പം നേരം വൈകാതെ നമുക്ക് ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു വൈറ്റ് പേപ്പറും ഗ്രീൻ പേപ്പറും ഓറഞ്ച് പേപ്പറും കേട്ടോ. ഞാൻ ആദ്യം ഓറഞ്ച് പേപ്പർ എടുത്തു. എന്നിട്ട് അതിനെ ഫ്രണ്ടും ബാക്കും ആയിട്ട് മടക്കുക. അപ്പോൾ ഇതേപോലെയാണ് ആക്കേണ്ടത്. അപ്പം ഇതേപോലത്തെ എല്ലാം ആക്കണം കേട്ടോ. എല്ലാം ആക്കിയിട്ട് വരാം. എല്ലാം ആക്കി കണ്ടില്ലേ? ഫസ്റ്റ് ഫെവിക്കോൾ എടുക്കുമ്പോഴാണ് ചിന്തിച്ചത് അടിയിൽ ടാപ്പ് ഒട്ടിക്കണമെന്നല്ലോ. അപ്പം ടാപ്പ് എടുത്തുകൊണ്ട് വരാൻ വിചാരിച്ചു. ടാപ്പ് എടുത്തു. അപ്പം ഒട്ടിക്കാട്ടോ. അടിഭാഗമാണ് ഒട്ടിക്കേണ്ടത്. ഒന്നായി രണ്ടാമത്തേതാട്ടോ. അപ്പം എല്ലായി. എന്നിട്ട് നമുക്ക് ഫെവിക്കോൾ ഒട്ടിച്ച് കൊടുക്കാം. എല്ലാം ഒന്നിച്ചാക്കി ഒട്ടിക്കട്ടോ. ഓറഞ്ചും വൈറ്റും ഒന്നിച്ചൊട്ടിച്ചു. ഇനി ഗ്രീൻ ഒട്ടിക്കണം. ആയി. ടാപ്പ് ഇട്ടിക്കണം.
നോക്കുമ്പോൾ ഫുൾ ഭംഗിയില്ലാത്ത പോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതേപോലെ റിപ്പീറ്റ് ആക്കിയിട്ട് അടുത്ത ഇതേപോലെ 3 ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ ആക്കിയിട്ടെടുത്തു. ഇനി അതെല്ലാം ഒന്നിച്ച് ഒട്ടിക്കണം കേട്ടോ. ഓറഞ്ച് അതിൻ്റെ ഒക്കെ ഒട്ടിച്ചോട്ടോ. കണ്ടില്ലേ? ഗ്രീനും ഒട്ടിച്ചോട്ടോ. ഇനി വൈറ്റ് ഓറഞ്ചിൻ്റെ അപ്പുറത്ത് ഒട്ടിച്ച് നോക്കാം കേട്ടോ. ഇത് ഒന്നാകെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം കാണുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ വന്നു കേട്ടോ. നല്ല ചേലുണ്ട്. ഞങ്ങൾക്ക് നേരെ കാണിച്ചു തരാം. കണ്ടോ? ഇപ്പം ഞാടെ ഒരു ചക്രം ഉണ്ടല്ലോ, അത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതാക്കണം. അതിനായിട്ട് ഒരു വൈറ്റ് പേപ്പറും ഒരു ബ്ലൂ കളറും എടുക്കാം കേട്ടോ. സ്കെച്ച് പെന്ന് ഒരു റൗണ്ട് മൂടി എടുത്തന്നെ കേട്ടോ. റൗണ്ട് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തു. ഇപ്പം അതിലേക്ക് വേറിട്ട് കൊടുക്കാം. ഇപ്പോൾ വരച്ച് കഴിഞ്ഞു. ഇനി ഇത് കട്ടാക്കാം. അപ്പം അത് ഒന്നിച്ച് തൊട്ടിച്ച് കൊടുക്കാം കേട്ടോ.
ഇത് ഒട്ടിക്കുമ്പോൾ ഒട്ടുന്ന് വരുന്നു. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു ഒട്ടിക്കാൻ. കണ്ടോ? അപ്പോൾ ഇതെടുക്കുമ്പോഴേക്ക് അവിടെ നിന്ന് അളിയിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഉണങ്ങിയിട്ട് കാണിക്കാം. കണ്ടോ ഇതേപോലെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.